പ്രിയമുള്ളവരെ, വചനജ്വാല 1711 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 8 വെള്ളിയാഴ്ച എല്ലാവർക്കും ഏറ്റവും നല്ല ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം 8-ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള തിരുവാക്യങ്ങളാണ് ശ്രവിക്കുക. ഉപരോധവും പ്രവാസവും പ്രതീകങ്ങളിൽ. മനുഷ്യപുത്ര, നീ ഒരു ഇഷ്ടിക എടുത്ത് മുമ്പിൽ വെച്ച് അതിൽ ജെറൂസലേം പട്ടണത്തിന്റെ പടം വരയ്ക്കുക. അതിനെതിരെ ഉപരോധം ഏർപ്പെടുത്തുക. ഒരു കോട്ടയും മൺതിട്ടയും ഉയർത്തുക. ചുറ്റും പാളയം പണിയുക. എല്ലായിടത്തും യന്ത്രമുദ്ര സ്ഥാപിക്കുക. ഒരു ഇരുമ്പു തകിട് എടുത്ത് നിനക്കും പട്ടണത്തിനും മധ്യേ ഇരുമ്പു മതിലെന്ന പോലെ സ്ഥാപിക്കുക. അതിനെ അഭിമുഖമായി നിൽക്കുക. നീ അതിനെ ആക്രമിക്കാൻ പോവുകയാണ്. ഉപരോധം ബലപ്പെടുത്തുക. ഇത് ഇസ്രായേൽ ഭവനത്തിന് അടയാളമായിരിക്കും. നീ ഇടതുവശം ചെരിഞ്ഞു കിടക്കുക. ഇസ്രായേൽ ഭവനത്തിന്റെ പാപം ഞാൻ നിന്റെ മേൽ ചുമത്തും. അങ്ങനെ നീ കിടക്കുന്നിടത്തോളം നാൾ അവരുടെ പാപഭാരം നീ ചുമക്കും. ഞാൻ നിനക്കായി നിശ്ചയിച്ചിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം അവരുടെ ദുഷ്ടതയുടെ വത്സരങ്ങൾക്കനുസരിച്ചാണ്. 390 ദിവസം. ഇസ്രായേൽ ഭവനത്തിന്റെ പാപഭാരം അത്രയും നാൾ നീ വഹിക്കണം. അത് പൂർത്തിയാക്കിയ ശേഷം നീ വലതുവശം ചെരിഞ്ഞു കിടക്കുക. യൂദാഭവനത്തിന്റെയും പാപഭാരം നീ വഹിക്കണം. ഒരു വർഷത്തിന് ഒരു ദിവസം വെച്ച് 40 ദിവസം നിനക്കായി ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. നീ ജെറൂസലേമിന്റെ ഉപരോധത്തിനു നേരെ മുഖം തിരിക്കുക. നിന്റെ കൈ നഗ്നമാക്കിക്കൊണ്ട് നഗരത്തിനെതിരായി പ്രവചിക്കണം. നിന്റെ ഉപരോധത്തിന്റെ ദിനങ്ങൾ പൂർത്തിയാകുന്നതുവരെ നീ ഒരു വശത്തു നിന്ന് മറുവശത്തേക്ക് തിരിയാതിരിക്കാൻ ഇതാ നിന്നെ ഞാൻ കയറുകൊണ്ട് വരിഞ്ഞു കിട്ടുന്നു. ഗോതമ്പ്, ബാർലി, പയർ, തുവര, തിന, ചോളം എന്നിവ ഒരു പാത്രത്തിലെടുത്ത് അതുകൊണ്ട് അപ്പം ഉണ്ടാക്കുക. നീ വശം ചെരിഞ്ഞു കിടക്കുന്ന കാലം മുഴുവൻ 390 ദിവസവും അത് ഭക്ഷിക്കണം. ഒരു ദിവസം നീ 20 ശെക്കൽ മാത്രമേ ഭക്ഷിക്കാവൂ. അത് പല പ്രാവശ്യമായി കഴിക്കണം. വെള്ളവും അളവനുസരിച്ചേ കുടിക്കാവൂ. ഒരു ഹിന്നിന്റെ 1/6 പല പ്രാവശ്യമായി കുടിക്കുക. ബാർലിയപ്പം പോലെ വേണം നീ അത് ഭക്ഷിക്കാൻ. അവരുടെ കൺമുൻപിൽ വെച്ച് മനുഷ്യ മലം കൊണ്ടുവേണം അത് ചുട്ടെടുക്കാൻ. കർത്താവ് അരുളി ചെയ്തു, ഞാൻ ചിതറിക്കുന്ന ഇടങ്ങളിൽ, വിജാതീയരുടെ ഇടയിൽ ഇസ്രായേൽ മക്കൾ ഇതുപോലെ അശുദ്ധമായ അപ്പം ഭക്ഷിക്കും. ഞാൻ പറഞ്ഞു, ദൈവമായ കർത്താവേ, ഞാൻ ഒരിക്കലും എന്നെ മലിനപ്പെടുത്തിയിട്ടില്ല. ചെറുപ്പം മുതൽ ഇന്ന് വരെ ഞാൻ ഒരിക്കലും ചത്തതോ വന്യമൃഗങ്ങൾ കൊന്നതോ ആയ ഒന്നിനെയും ഭക്ഷിച്ചിട്ടില്ല. ചീഞ്ഞ മാംസം ഞാൻ ഒരിക്കലും രുചിച്ചിട്ടില്ല. കർത്താവ് എന്നോട് അരുളി ചെയ്തു, ഇതാ അപ്പം ചുടുന്നതിന് മനുഷ്യമരത്തിന് പകരം പശുവിൻ ചാണകൻ ഉപയോഗിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കുന്നു. അവിടുന്ന് തുടർന്നു, മനുഷ്യപുത്ര, ജെറൂസലേമിൽ അപ്പത്തിന്റെ അളവ് ഞാൻ കുറയ്ക്കും. അവർ ഭയത്തോടെ അപ്പം തൂക്കി ഭക്ഷിക്കുകയും പരിഭ്രാന്തിയോടെ വെള്ളം
അളന്നു കുടിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവർക്ക് അപ്പവും വെള്ളവും ഇല്ലാതാവുകയും അവർ പരിഭ്രാന്തിയോടെ പരസ്പരം നോക്കുകയും അവരുടെ ദുഷ്കൃത്യങ്ങൾ മൂലം അവർ നശിച്ചു പോകുകയും ചെയ്യും. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ പീറ്റർ ടെറൻഡായിസ് മെത്രാനെ അനുസ്മരിക്കുന്നു. സാവോയിൽ ടെറൻഡായിസ് അഥവാ മോൺസ്റ്റിയേഴ്സ് രൂപതയുടെ മെത്രാനായിരുന്നു പീറ്റർ. 1102 ഡോഫിനോയിൽ ഭൂജാതനായി. 20-ാം വയസ്സിൽ സിസ്റ്റേഴ്സൻ സഭയിൽ ചേർന്നു. തീവ്രമായ തപോനിഷ്ഠയിൽ ജീവിച്ചു. രാത്രി 4 മണിക്കൂർ മാത്രം ഉറക്കം. പാതിരാത്രിയിൽ ഉണർന്ന് പ്രഭാതം വരെ മകന്റെ പ്രാർത്ഥന. മകന്റെ ഈ ഭക്തി കണ്ട് മാതാപിതാക്കന്മാരും ഈ സഭയിൽ ചേർന്നു. ആൽബിയൻ പ്രഭു സഹോദരപുത്രനായ പീറ്ററിനെ കാണാൻ വന്നപ്പോൾ പീറ്റർ മറ്റു സന്യാസികളുടെ ചെരുപ്പ് പോളിഷ് ചെയ്യുകയായിരുന്നു. 40-ാം വയസ്സിൽ മെത്രാനായി ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. ഉടനെ രൂപതാതിർത്തിയിലുണ്ടായിരുന്ന അഴിമതികൾ അവസാനിപ്പിക്കാൻ കർശന നിർദ്ദേശം കൊടുത്തു. തന്റെ ഉപവാസവും പ്രാർത്ഥനകളും അധഗണത്തിനായി മാറ്റി. ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. ഒരു ദിവസം ജർമ്മനിയിൽ പോയി ഒരു ബെനഡിക്ടൻ ആശ്രമത്തിൽ സാധാരണ സന്യാസിയെ പോലെ ജീവിച്ചു. ടെറൻഡായിസ് രൂപതകൾ അറിഞ്ഞ് ഇദ്ദേഹത്തെ തിരികെ കൊണ്ടുപോന്നു. ഒരുപാട് യാത്രകൾ ചെയ്ത് ഒരുപാട് തർക്കങ്ങൾ തീർത്ത് ക്ഷീണിതനായി 73-ാം വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. പ്രിയമുള്ളവരെ, മെത്രാനായിരുന്ന വിശുദ്ധ പീറ്റർ ടെറൻഡായിസിന്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.